ഭരിക്കാൻ അനുവദിക്കുമോ എന്ന് കണ്ടറിയണം വി ഡി സതീശനെ. ശക്തമായ പുഞ്ചിരി തൂകി ഓരോരുത്തരെയും പോയി കണ്ട് ഗുരുക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയ ജീവിതത്തിൽ സ്വാധീനിച്ചവർ എല്ലാവരെയും വി ഡി സതീശൻ ഓരോ മിനിറ്റ് വിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ കാണുകയാ. കാണുമ്പോൾ നല്ല രസമുണ്ട്. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ വരുന്നു, പുതിയൊരു നിയുക്ത മുഖ്യമന്ത്രി എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. മോഡി വേണ്ട ക്ലിഫ് ഹൗസിന് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഔദ്യോഗിക വാഹനം വലിയ രീതിയിൽ എനിക്ക് എസ്കോർട്ട് വരണ്ട, 3 വാഹനം എന്റേതും കൂടെ കൂട്ടി, ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. സിനിമാ സ്റ്റൈലിലാണ് വി ഡി സതീശൻ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്, ഒരു സംശയമില്ല. പക്ഷേ പാളയത്തിൽ പട എക്സ്ട്രീം ലെവലിൽ പുകഞ്ഞു പുറത്തു വന്നുകൊണ്ടിരിക്കുക. കെ രാഘവൻ എന്ന കോഴിക്കോടിന്റെ MP ഇന്ന് മാധ്യമങ്ങൾ ചേർന്ന് നിന്നിട്ട് ചോദിച്ചു, എന്താ കെ സിയുടെ മുറ്റത്ത്, കെ സിയെ കാണാൻ ഓക്കെ അല്ലേ, എല്ലാം നേതാവേ അടിപൊളിയല്ലേ? കെ സി വേണുഗോപാലിനോട് നീതി ചെയ്തവർ ഇപ്പോൾ ഇരുട്ടിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും. കാണാം നമുക്ക് അവരുടെ സന്തോഷമെന്ന്. കെ രാഘവൻ ഇങ്ങനെ പറയാ, ഓരോരുത്തരും ഇങ്ങനെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് വന്ന് പാളയത്തിൽ പട എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നു. ഒരു പാളയത്തിൽ പട ഒരു പാർട്ടിയെ എങ്ങനെ നശിപ്പിക്കും? അത് കോൺഗ്രസ് ആണെങ്കിൽ 8 നിലയിൽ പൊട്ടി അടിപതറി നിലത്തു വീഴുമെന്നുള്ളതിനൊരു സംശയം വേണ്ട. കാരണം പാർട്ടി ഇത് കോൺഗ്രസാ. ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ, സമുദായ സമവാക്യങ്ങളിലെല്ലാം എന്നും കിടന്നുഴലിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത്. ഷാഫി പറമ്പിൽ എവിടെ ഇന്ന്? ഈ ഇലക്ഷന്റെ ക്യാമ്പയിനർ, ക്രൗഡ് പുള്ളർ ഷാഫി പറമ്പിൽ എവിടെ? മുഖ്യധാര ഒരു ചിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ ഷാഫി പറമ്പിൽ ഉള്ളിലോട്ട് പോയത്. കെ സി വേണുഗോപാൽ എന്ന നേതാവിനെ പിന്തുണച്ചത് പരസ്യമായി പുറത്തു വന്നപ്പോ അദ്ദേഹം നേരിട്ട ക്രൗഡ് പുള്ളർ അല്ല. കേരളത്തിന്റെ സോഷ്യൽ മീഡിയ ഇടങ്ങൾ മുഴുവനും ഷാഫിക്കെതിരെ ശക്തമായി സംസാരിച്ചത് നമ്മൾ കണ്ടു കടന്നുപോയതാ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഏതൊരു നേതാവിനെയും താഴേക്കിടാനും ഏതൊരു നേതാവിനെയും മുകളിലേക്ക് കൊണ്ടുപോരാനും ഭരിക്കാനിറങ്ങിയ സതീശന് ഭരണത്തിൽ ഒരു സകല പിന്തുണയുമില്ലാതെ പിൻവാങ്ങാനും ഈ പാർട്ടിക്ക് കഴിയുമെന്നുള്ളതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു, വി ഡി സതീശൻ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നു. എന്റെ നേതാവല്ലേ, എന്നെ വളർത്തിയ ആളല്ലേ എന്ന് പറയുമ്പോ രമേശ് ചെന്നിത്തലയെ കുത്തിയാൽ പോലും ചോര പുറത്തു വരാത്ത രീതിയിൽ മരവിച്ച അവസ്ഥയിലാ രമേശ് ചെന്നിത്തല നിൽക്കുന്നത്. എനിക്ക് ആഭ്യന്തരം വേണം, കെ സിക്ക് 6 മന്ത്രിമാരെ മന്ത്രിസഭയിൽ കയറ്റണം, രമേശ് ചെന്നിത്തലയ്ക്ക് 4 മന്ത്രിമാരെ കയറ്റണം. ആകെ 12 കോൺഗ്രസിന്റെ മന്ത്രിസഭ മാക്സിമം മന്ത്രിമാരെ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. ഇനി വി ഡി സതീശന്റെ 100% വലിച്ചു താഴെയിടുക, ഭരണത്തിൽ ഒരു കാരണവശാലും ഷൈൻ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൊണ്ട് അടിപതറിയ സതീശൻ എന്ന് പറയിപ്പിക്കുക. എത്ര നാൾ കേരള ജനങ്ങൾ ഈ ഒരു ആവേശത്തിൽ പോകും? ഒരു മുഖ്യമന്ത്രി വരുന്നു, ഒരു മുഖം മാറുന്നു, വലിയ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരുന്നു, ഒരു അടിപൊളി ജഗഭോഗാവസ്ഥ, ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാണ്ടിരിക്കുമ്പോ, പ്രഖ്യാപനങ്ങൾ നടക്കാതിരിക്കുമ്പോ ഈ പകിട്ടും ഈ വർണ്ണപ്പകിട്ടും ഒന്നും ജനങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്യില്ല. അവരും നേരെ തിരിയുമെന്ന് ഉറപ്പാണ്. വി ഡി സതീശനെ കടന്നാക്രമിക്കുകയല്ല, പാളയത്തിൽ പട എന്തുമാത്രമാണ് അദ്ദേഹത്തെ ഇനി അങ്ങോട്ട് തടയിടാൻ പോകുന്നത് എന്ന് പറയാതെ വയ്യ.